ഹായ് ഹലോ, എല്ലാവർക്കും നേച്ചർ റൂട്ട്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുടി നല്ല രീതിയിൽ തിക്കായിട്ടും നല്ല രീതിയിൽ തഴച്ച് വളരാനുമായിട്ട് സഹായിക്കുന്ന ഒരു ടിപ്പുമായിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഞാനിതൊരു പിക്ചറായിട്ടാണ് കാണിക്കുന്ന, വീഡിയോ ആയിട്ടല്ല. അപ്പോൾ അതേ രസമൊന്നും കാണത്തില്ല, എന്നാലും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മുടി സംരക്ഷണത്തിന് വലിയ പങ്കുണ്ട് പാലിന്. മുടിയെ മൃദുവാക്കാനും കണ്ടീഷൻ ചെയ്യാനും ഉപയോഗിക്കുന്ന കേസ് സംരക്ഷണ മാർഗമാണ് പാല്. മുടിയുടെ അറ്റം പിളരുന്നത് കുറയ്ക്കാനും വരണ്ടു പോകാതിരിക്കാനും പാൽ സഹായിക്കുന്നു. മുടിയെ മിനുസപ്പെടുത്താനും ഘടന മെച്ചപ്പെടുത്താനുമായിട്ടും പാലിന് സാധിക്കും. ഹെയർ മാസ്കുകളും ഹെയർ പാക്കുകളും ഒക്കെ ഉണ്ടാക്കുമ്പോൾ മുട്ട, പാല് തുടങ്ങിയ ചേരുവകളൊക്കെ ചേർക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പാലും കൂടി ചേർക്കുന്നത് വളരെ നല്ലതാണ്. ഇങ്ങനെയുള്ള മാസ്കുകളൊക്കെ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ മുടി നല്ല രീതിയിൽ തിളങ്ങാനും തഴച്ച് വളരാനുമായിട്ട് ഇത് സഹായിക്കും. പാല് മുടിയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. പ്രോട്ടീൻ്റെയും വിറ്റാമിനുകളുടെയും ആൻറ്റി ഓക്സിഡൻറ്റുകളുടെയും സമ്പുഷ്ടമായ കലവറയാണ് പാല്. മുടിയുടെ മൃദുലത നിലനിർത്താനും മുടിയിൽ സ്വാഭാവികമായിട്ടുള്ളൊരു നിറം കൊണ്ടുവരാനായിട്ടും പാലിന് കഴിയും. ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, മുടിയിൽ പാൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ മുടിയിൽ മതിയായ ജലാംശം എത്തിക്കാനായിട്ട് പാലിന് കഴിയും. അൾട്രാ വയലറ്റ് രശ്മികൾ അമിതമായിട്ട് തലയിലും തലമുടിയിലും ഒക്കെ അടിക്കുമ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. സാധാരണ മുടിയുടെ തിളക്കം നഷ്ടപ്പെടും, പ്രോട്ടീൻ നഷ്ടപ്പെടും, ജലാംശം നഷ്ടപ്പെടും. പക്ഷേ പാലും മിൽക്ക് ക്രീമുകളും ഒക്കെ നമ്മുടെ തലയിൽ തേച്ച് മസാജ് ചെയ്യുന്നത് ഇതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. പാല് ഒരു കണ്ടീഷണറായിട്ട് കൂടി നമുക്ക് ഉപയോഗിക്കാം. വരണ്ടതും നരച്ചതുമായിട്ടുള്ള മുടി പാലിൽ കഴുകുന്നത് വളരെ നല്ലതാണ്. ഇത് ഇഴകളിൽ ഈർപ്പം നിലനിർത്താനായിട്ട് മുടി വളരുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. താരൻ കുറയ്ക്കാനായിട്ട് സഹായിക്കുകയും പാല് തലയോട്ടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും. അതുകൊണ്ട് തന്നെ പാല് നമുക്കൊരു മോയ്സ്ചറൈസറായിട്ട് കൂടിയും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതിലൂടെ താരൻ നല്ല രീതിയിൽ കുറയ്ക്കാനും മുടിയിലുണ്ടാകുന്ന ഈ പ്രശ്നങ്ങളൊക്കെ മാറാനായിട്ട് പാല് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമുക്ക് വേണ്ടത് 200 അല്ലെങ്കിൽ 300 മില്ലി പാല്. അത് കഴിഞ്ഞിട്ട് മുടി നല്ല രീതിയിൽ ചീകി വൃത്തിയാക്കണം. അതിനുശേഷം ഓരോ ഇഴയിലും തലയോട്ടിയിലും ഒക്കെ ആയിട്ട് പാല് നല്ല രീതിയിൽ മസാജ് ചെയ്ത് പിടിപ്പിക്കണം. ഇങ്ങനെ 30 മിനിറ്റ് വെച്ചതിന് ശേഷം വീര്യം കുറഞ്ഞ ഒരു ക്ലെൻസർ ഉപയോഗിച്ച് നല്ല രീതിയിൽ തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയണം. നമുക്കിങ്ങനെ ആഴ്ചയിൽ 2-3 വട്ടം ചെയ്യാം. ഇതുവഴി നമ്മുടെ മുടി നല്ല രീതിയിൽ സ്മൂത്ത് ആകാനും നല്ല തിക്കോടെയുള്ള മുടി വളരാനുമായിട്ട് സഹായിക്കും. നല്ല തിളക്കം കൊണ്ടുവരാനും മുടി പിളരുന്നതും മുടി പൊട്ടിപ്പോകുന്നതും ഒക്കെ ഇതോടെ തന്നെ പതിയെ അവസാനിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, കൂട്ടത്തിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.